നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. ആൽഫിയുടെയും നിയയുടെയും മുറിയിൽ നിന്നിറങ്ങി വന്ന ശിവയുടെ കണ്ണുകൾ ആർക്കോ വേണ്ടി പരതി. അപ്പോൾ കണ്ടു സിറ്റൗട്ടിലെ വലിയ സിംഗ് ചെയറിൽ ചാരിയിരിക്കുന്നവള്. അവളുടെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെയും. അവൻ ചെറിയ ചിരിയോട് അവർക്കടുത്തേക്ക് നടന്നു. ഉറങ്ങിയോ? ആലുവിനടുത്തേക്ക് ഇരുന്ന് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നീയെ കാണാൻ വാശി പിടിച്ചു. ഇനി ഞാൻ ഇത്തിരി കുറുക്ക് കൊടുത്തു. അപ്പോൾ തന്നെ ഉറങ്ങുകയും ചെയ്തു. തന്നെ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന കുറുമ്പിയുടെ ഉണ്ട കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശിവ കുഞ്ഞിപ്പെണ്ണിനെയും മനുവിനെയും മാറി മാറി നോക്കി. നല്ല കട്ടിയുള്ള കുഞ്ഞു ബ്ലാങ്കറ്റ് കൊണ്ട് നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് കുഞ്ഞിനെ പതിയെ തട്ടിക്കൊടുക്കുവാണ്. നീ എഴുന്നേറ്റോ? ആൽഫിയുടെ തോലിച്ചരിതനെ കിടപ്പ. ഒന്നും മിണ്ടുന്നില്ല. ലിയോണുണ്ട് മുറിയിൽ. അനു ചോദിച്ചതും ശിവ പറഞ്ഞു. നീയാണല്ലേ എനിക്ക് നീയുടെ ചെന്നൈയിലുള്ള ഡീറ്റെയിൽസ് അയച്ചു തന്നത്? പെട്ടെന്ന് ശിവ ചോദിച്ചതും മനോഹരൻ ഞെട്ടി നോക്കി. നോക്കണ്ട, നിന്റെ ആ ടെക്കി കൂട്ടുകാരൻ എന്നെ വന്ന് കണ്ടിരുന്നു. അവനെല്ലാം പറഞ്ഞു. നീയെ കണ്ടുപിടിക്കാൻ നീ ചെയ്തതും അതെല്ലാം എനിക്ക് അയച്ചു തന്നതെല്ലാം. ശിവ പറഞ്ഞതും മനുവിൻ്റെ മുഖം താണു. കുറച്ചു നേരം ഇരുവരിലും മൗനം നീങ്ങി. ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ചാകാൻ ആദ്യം തോന്നിയേ. പക്ഷേ ഞാനൊരാളില്ലാണ്ടായ ഞാൻ കാരണം ജീവിതം തകർന്നവർക്കൊന്നും തിരികെ കിട്ടില്ലല്ലോ. അപ്പം മുതലത്തെ തീരുമാനം എന്നെ സ്നേഹിച്ചവർക്ക് അവരുടെ നഷ്ടങ്ങളൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ വേദന മായ്ക്കാൻ തോന്നി. നല്ല പിള്ളയാണെന്ന് കാണിക്കാനോ എനിക്ക് നഷ്ടപ്പെട്ടൊന്നും നേടാനോ ചെയ്തതല്ല. എന്നെ ഒരുപാട് സ്നേഹിച്ചവർക്ക് ഞാൻ കൊടുത്ത വേദനയുടെ പ്രായച്ചിത്തം അത്രയേ ഉള്ളൂ. ഒരു നിമിഷത്തേക്ക് നീയെ പറയുന്നത് കേൾക്കാൻ ഞാൻ നിന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞൂസിനെങ്കിൽ ഇത്രയും നാൾ നഷ്ടപ്പെട്ട അവൻ്റെ അപ്പൻ്റെ സ്നേഹം കിട്ടില്ലായിരുന്നു. അതൊക്കെ ഇപ്പോഴും വേട്ടയാടാ എന്നെ. കുഞ്ഞിനെ നോക്കി കണ്ണു നിറച്ച് പറഞ്ഞു. താൻ ചെയ്തതൊക്കെ ശിവയുടെ സ്നേഹം തിരികെ കിട്ടാനാവുമെന്ന് അവൻ കരുതിയിട്ടുണ്ടാവും ഓർത്താണ് അനുത് പറഞ്ഞത്. അവൾ അതാണ് ഉദ്ദേശിച്ചതെന്ന് അവനും മനസ്സിലായി. എന്നാൽ അവനൊന്നും മിണ്ടിയില്ല. ഇനിയും പഴയത് കുത്തി പറഞ്ഞ് പെണ്ണിനെ നോവിക്കണ്ടെന്ന് ഓർത്തു. ഒന്നും പെട്ടെന്ന് മറക്കാനാകും കഴിയില്ലടി. പക്ഷേ പൊറുക്കാനാകും. ഉള്ളിൽ സ്നേഹം സത്യമാണെങ്കിൽ നഷ്ടപ്പെട്ടതൊക്കെ നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. നിന്റെ നെഞ്ചിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞി തന്നെയല്ലേ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ചെറിയ ചിരിയോടെ അവൻ പറഞ്ഞതും അനുവിൻ്റെ മുഖം ഒന്ന് തിളങ്ങി. ഇച്ചായനോടുള്ള എൻ്റെ ഇഷ്ടം അറിഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞപ്പോഴും എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഉള്ളിൽ വെച്ച് കൊല്ലാൻ നോക്കിയപ്പോഴും ഞാൻ ഓർത്തത് മകളെ സ്നേഹിക്കുന്ന അവളുടെ ഭാവി മുന്നിൽ കാണുന്ന ഒരു അച്ഛൻ്റെ സങ്കടമായിട്ടാണ്. പക്ഷെ അയാൾ അറക്കാൻ വേണ്ടി വളർത്തിയ ഒരു വെറും അറിവുമാടാണ് ഞാനൊന്നും അറിഞ്ഞില്ല. ആൽഫിയുടെ നെഞ്ചിൽ കിടന്ന് ഏങ്ങി പറഞ്ഞു നീ. അവനവളുടെ തോളിൽ തലോടിക്കൊണ്ടിരുന്നു. ലിയോണും ആ മുറിയിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ബോധം വന്നപ്പോൾ മുതൽ ആൽഫിയുടെ നെഞ്ചിൽ നിന്നും മാറാതെ കിടപ്പാണ് അവൾ. അപ്പോഴാണ് ഓടിക്കതച്ച് ആ റൂമിലേക്ക് വിനിയെത്തിയത്. നിജി അണച്ചു കയറി വന്നവൻ വിളിച്ചതും ആൽഫിയുടെ നെഞ്ചിൽ കിടന്നവൾ തലപൊക്കി അവനെ നോക്കി. കാര്യങ്ങളെല്ലാം മറിഞ്ഞിട്ട് ഓടി വന്നതാണ് അവൻ. അടുത്ത നിമിഷം വിനു പാഞ്ഞു ചെന്ന് ബെഡിൽ നീക്ക് മുമ്പിൽ ഇരുന്നതും നീ അവനെ ഭാര്യപ്പൊണൊന്ന് പൊട്ടിക്കരഞ്ഞു. വിനുവും തിരികെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ചേച്ചിയെ. പെട്ടെന്ന് ഓടി വന്ന് നീയെ മുന്നിലായിരുന്നതിനാൽ വിനുവിൻ്റെ മുഖം ലിയോണ് ശരിക്കും കാണാൻ സാധിച്ചില്ല. എങ്കിലും ഇരുവരുടെ സ്നേഹം കണ്ടതും അവന് മനസ്സിലായി അത് വിനുവാണെന്ന്. ആൽഫിയിൽ നിന്നും അവൻ അറിഞ്ഞിരുന്നു നീയേക്ക് കിട്ടിയ അനിയനെ. ലിയോൺ നോക്കി കാണുകയായിരുന്നു ആ സഹോദരങ്ങളെ. ആൽഫി കഴിഞ്ഞാൽ ഇന്ന് അവൾക്ക് ഏറ്റവും പ്രിയം അവനാണെന്ന് തോന്നിപ്പോയി ലിയോണിന്. കണ്ണു നിറഞ്ഞ വന്നവൻ പതിയെ തൻ്റെ വീൽ ചെയർ നീങ്ങി പുറത്തേക്കിറങ്ങി. ലിയോൺ മുറിക്ക് വെളിയിലിറങ്ങിയവനെ പുറത്ത് വെച്ച് പിറകിന്ന് വിളിച്ചു ആൽഫി. അതാ വിനു. മനസ്സിലായടാ. അവിടെ സ്നേഹം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എനിക്കാണ് എൻ്റെ നിയമങ്ങളുടെ കുഞ്ഞർജനാവൻ. വിഷമം വന്നപ്പോൾ ഇറങ്ങി പോകുന്നതല്ല. സന്തോഷം തോന്നി. എൻ്റെ കൊച്ചു ഒറ്റക്കല്ലല്ലോ. അവളെ ജീവനെ തുല്യം സ്നേഹിക്കാൻ ചുറ്റും ഒരുപാട് പേരുണ്ടല്ലോ എന്ന സന്തോഷമായി എനിക്കിപ്പോൾ. കണ്ണു നിറച്ച് പുഞ്ചിരിയോടെ ലിയോൺ പറഞ്ഞു. ആൽഫി അവനടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങി നിന്നു. ഇവയോട് എങ്ങനെ ഇതൊക്കെ പറയാമെന്നായിരുന്നു എനിക്ക്. ഇപ്പം അവളെല്ലാം മറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അയാളുടെ അടിപേര് വാരണം ലിയോൺ. അങ്ങേര് നിന്റെ തന്തയാ. ആ ബന്ധം കൊണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ തന്ത എന്ന ബന്ധമൊക്കെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാ. എൻ്റെ മമ്മയെ കൊന്നവൻ, എൻ്റെ കുഞ്ഞുപെങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയവൻ, അതാ ഇപ്പം എനിക്ക് ജോൺ തരകൻ. അയാളെ നശിപ്പിക്കാൻ നിന്റെ കൂടെ ഞാനുണ്ട് ആൽഫി. എന്തിനും. മുഖത്ത് വിരിഞ്ഞ പകയോടെ പറഞ്ഞ ലിയോണിനെ കണ്ട ആൽഫിയുടെ ചുണ്ടുകളിൽ ഒരു ചിരി വിരിഞ്ഞു. സൂസി എങ്ങോട്ടാ രാവിലെ തന്നെ? ഒരുങ്ങിയിറങ്ങി വരുന്ന സൂസിയെ നോക്കി ജെസി ചോദിച്ചു. സൂസിയുടെ വീട്ടിലാണ് ഇപ്പോൾ ജെസിയും ക്രിസ്റ്റീനയും. ഒന്ന് വക്കീൽ ഓഫീസ് വരെ പോകണം. പിന്നെ ഒരാളെയും കാണണം. ആരെ? അത് ഞാൻ വന്നിട്ട് പറയാം. അല്ല
ക്രിസ്ത്യൻ എഴുന്നേറ്റില്ലേ? ഇല്ല സൂസി, എൻ്റെ കൊച്ചിൻ്റെ മുഖത്തും ദേഹത്തൊക്കെ നീരാ. ആൽഫിയുടെ അടി കൊണ്ട് കല്ലിച്ച കിടക്കുന്നേ, ജെസി വിഷമത്തോടെ പറഞ്ഞു. അവൻ്റെ അടി കൊള്ളാൻ പാകത്തിന് നിന്ന് കൊടുത്തിട്ടല്ലേ? അല്ലേലും അവൻ്റെ കൊച്ചിനെ തൊടുമ്പോൾ ഒന്ന് ആലോചിക്കണമായിരുന്നു നിന്റെ മോളും. അതെന്നാ സൂസി നീ അങ്ങനെ പറഞ്ഞ്? ഞാൻ എൻ്റെ കൊച്ചു ഈ ചെയ്തതൊക്കെ നിനക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാന്ന് പറയണ്ട. മകൾക്ക് പ്രായമാകും മുന്നേ അവളുടെ മനസ്സിൽ ഇല്ലാത്ത ആഗ്രഹം ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ ഒറ്റക്ക. പിന്നെ എനിക്ക് നീ ചെയ്തു തന്നതിനൊക്കെ തിരിച്ച് ഞാൻ തന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാം എൻ്റെ തലക്ക് വെക്കണ്ട, കേട്ടല്ലോ? സൂസി ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞതും ജെസ്സിയുടെ മുഖം പൊളിച്ചു. ആ പിന്നെ അമ്മയും മോളും ഒരുപാട് നാൾ ഇവിടെ നിൽക്കാൻ ഓർക്കണ്ട, പുതിയൊരു സ്ഥലം വേഗം നോക്കിക്കോ. വെളിയിലേക്ക് ഇറങ്ങും മുന്നേ ജെസ്സിയോട് അത്രയും കൂടെ പറഞ്ഞിട്ട് സൂസി പോയി. ജെസ്സിക്ക് അതൊരു അടിയായിരുന്നു. കയറി ചെല്ലാൻ ഇപ്പോൾ ഒരിടവും ഇല്ലാതിരിക്കുവാണ്. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ എങ്ങോട്ട് പോകുമെന്ന് അവർ ആവലാതിയോട് ഓർത്തു. അല്ല ഡാ, നീ എന്താ ഇങ്ങോട്ട്? കാർത്തികൊപ്പം ഓഫീസിലേക്ക് വന്ന ലിയോണിനെ കണ്ട് എബി അമ്പരപ്പോട് ചോദിച്ചു. അതെന്താടാ, എൻ്റെ കമ്പനിയിലേക്ക് എനിക്ക് വരാൻ മേലേ? എന്തോ എങ്ങനെ ഡാവൂല്ലേ? നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാടാ പട്ടി, ഓഫീസിലേക്ക് ഇറങ്ങി എന്നെ കൂടുതൽ ഒറ്റക്ക് നോക്കി നടത്താൻ പറ്റുന്നില്ലെന്ന്. അപ്പൊ ഒന്നും നീ വന്നില്ലല്ലോ, അതല്ലട പുള്ളിയെ ഞാൻ ചോദിച്ചേ. അപ്പൊ തോന്നിയില്ല, ഇപ്പൊ തോന്നി. എബിക്ക് ചിരിയോടെ മറുപടി പറഞ്ഞുകൊണ്ട് തൻ്റെ ക്യാമ്പിലേക്ക് ചെന്നില്ലയോ. അയാൾ കയറി ഇറങ്ങാറുണ്ട് ഇവിടെ? ആ, മിക്കപ്പോഴും വരും. നമ്മുടെ ഡീലിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് നീ ആയതുകൊണ്ട് ഫുള്ള് കിറങ്ങി നടപ്പാം. എബി പറഞ്ഞതും ഗൗരവത്തോടൊന്ന് മൂളിലിയും. അല്ല, നീ വെറുതെ വിസിറ്റിങ്ങിന് ഇറങ്ങിയതാണോ അതോ ഇവിടെ കാണുമോ? അർജന്റായിട്ട് ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എബി, അത് കഴിയും വരെ ഞാനിവിടെ കാണും. ചുണ്ടിൻ്റെ കോണിൽ വിരിഞ്ഞ കൂടെ ചിരിയോടെ ലിയോൺ പറഞ്ഞു. എന്തായാലും നന്നായി, എനിക്കിനി കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. നീ ഇപ്പോൾ ഇവിടുത്തെ എന്നിവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. ഞാൻ ഒബ്രോമാളുടെ സൈറ്റ് വരെ ഒന്ന് പോകുക. ഓക്കെ ബായ്. ലിയോണിനോടും കാർത്തികയോടും യാത്ര പറഞ്ഞ് എബി വെളിയിലേക്ക് ഇറങ്ങി. എബി സാറിനോട് പറയാമായിരുന്നില്ലേ എല്ലാം? എബി പോയതും കാർത്തിക ലിയോണിനോട് ചോദിച്ചു. വേണ്ടടി, തൽക്കാലം അവനൊന്നും അറിയണ്ട. അവനെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ആൽവി പറയും പോലെ ശത്രുക്കൾ എവിടേക്കാണ് പതിഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാം കണ്ടിട്ട് എബി അറിഞ്ഞാൽ മതി. അവൻ പറഞ്ഞതും ശരിയാണെന്ന് കാർത്തികനും തോന്നി. പെട്ടെന്ന് ലിയോണിന്റെ ഫോൺ റിങ് ചെയ്തു. ആൽഫി സാറാ പറഞ്ഞുകൊണ്ട് ലിയോണിന്റെ ചലനമുള്ള വലം കൈയിലേക്ക് ആ ഫോൺ എടുത്ത് വെച്ചു കൊടുത്തു. കാർത്തു, നീ പോയി അക്കൗണ്ടിൽ രാജീവിനോട് വരാൻ പറ. അവൻ പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് ക്യാബിന് പുറത്തേക്ക് പോയി കാർത്തിക. ഹലോ ആൽഫി. ലിയോൺ, നീ ഓഫീസിൽ പോയോ? ആ, ഇപ്പം എത്തിയതുള്ളൂ. അങ്ങേര് വരും മുന്നേ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. കാർത്തികയുടെ ഫാമിലിയുടെ കാര്യം എന്തായി? സുഭാഷ് ഇന്ന് തന്നെ പുറപ്പെട്ടിട്ടുണ്ട് നാട്ടിലേക്ക്. അവനുടനെ അവനെയും കൂട്ടി ഇങ്ങോട്ട് വരും. കാർത്തോനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗുഡ്, എന്നാ ശരിയടാ, എനിക്കൊരിടം വരെ പോകാനുണ്ട്. നീ വിളിച്ചാൽ മതി. ഓക്കെ. നീയെ കുഞ്ഞിയെ തിരക്ക് റൂമിൽ നിന്നും താഴെ ഹാളിലേക്ക് ചെന്നതും അവിടെ സോഫയിലിരുന്ന് അനുവിനൊപ്പം കളിക്കുന്ന പെണ്ണിനെയാണ് കണ്ടത്. വാവേ, അമ്മേ. നീയെ കണ്ടത് കുഞ്ഞ് അനുവിനെ മടിന്ന് ചാടി ഇറങ്ങി. നീ അവളെ വാരിയെടുത്തു. അമ്മിന് താഴ്വേന് പോയോ? കുഞ്ഞിപ്പണ നീയുടെ മുഖത്തും തലയിലും തൊട്ടുകൊണ്ട് ചോദിച്ചു. നീ ചെറു ചിരിയോടെ പോയി എന്ന് പറഞ്ഞു. അമ്മയുടെ മുത്ത് കഴിച്ചായിരുന്നോ? ഓ കഴിത്തു. ആദ്യം മോക്ക് ദോറ്റ് തന്നല്ലോ. കുഞ്ഞ് വലിയ കാര്യം പോലെ തലയാട്ടി നീയോട് പറഞ്ഞതും നീ അനുവിനെ നോക്കി. മാമ പറഞ്ഞതൊക്കെ അറിഞ്ഞ് ഉള്ളു നൊന്തിരുന്നപ്പോൾ കുഞ്ഞിയെ നേരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. രാത്രി കിടക്കാൻ വരുമ്പോൾ അല്ലാതെ ബാക്കി സമയം മുഴുവൻ കുഞ്ഞിപ്പെണ്ണ് അനുവിനെ പോയിരുന്നു. മോള് കഴിച്ചടാ, പിന്നെ നേരത്തെ ഉറക്കം വിട്ട് എഴുന്നേറ്റത് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ഉറങ്ങിയിട്ടില്ല ആള്. അനു ചിരിയോട് അവളോട് പറഞ്ഞു. ആൻ്റെ മൊക്കയില്ല, ആ മൊക്കിയ മജീനെ. കുഞ്ഞിപ്പെണ്ണ് ചിണുങ്ങി. ആൻ്റെ മെല്ല അനുമ്മ, മോള അങ്ങനെ വേണം വിളിക്കാനിട്ടോ. അനുവിനെ കാട്ടി കുഞ്ഞിപ്പെണ്ണോട് നീയെ പറഞ്ഞു കൊടുത്തു. അത് കേൾക്കി അനുവിൻ്റെ കണ്ണ് നിറഞ്ഞു. നീയേ, എൻ്റെ മോൾക്ക് ആൻറ്റിയുടെ സ്ഥാനമല്ലല്ലോ നീ. അപ്പം ആ വിളിയാ ശരി അല്ലേ? കണ്ണ് നിറച്ച് നീയെ പറഞ്ഞത് മനു ആണെന്ന് തലയാട്ടി. വാ, അമ്മ ഉറക്കാൻ പോന്നില്ലേ? നീയെ കുഞ്ഞിയെ പുറന്ന് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. അനുവിന് സന്തോഷം സഹിക്കാൻ വയ്യാതെയായി. ഓടിച്ചെന്നവളെ പുൽക്കാൻ തോന്നി അവൾക്ക്. പക്ഷെ ഇല്ല, പഴയ പോലെ തനിക്ക് തൻ്റെ കൂട്ടുകാരിയെ കിട്ടണമെങ്കിൽ ഇനിയും കാത്തിരിക്കണമെന്ന് അവൾക്ക് തോന്നി. ആൽഫിയുടെ ബ്ലാക്ക് BMW ബീച്ച് റോഡിന് സൈഡിൽ കൂടി സ്പീഡിൽ അടുക്കുകയാണ്. പാർക്കിങ്ങിലേക്ക് അടുത്തതും അവൻ കണ്ടു അവിടെ കാത്തു നിൽക്കുന്ന ആളെ. അവരെ കണ്ടതും ഉള്ളിൽ രക്തം തിളക്കാൻ തുടങ്ങിയെങ്കിലും അവനെ കൊണ്ട് പറ്റും പോലെ സമീപനം പാലിച്ച് കാർ അവർക്കടുത്തേക്ക് ഒതുക്കി നിർത്തി.
എനിക്കറിയാമായിരുന്നു നീ എത്തുന്നു. കാറിൽ നിന്നിറങ്ങുന്നവനെ നോക്കി പുഞ്ചിരിയോടെ സൂസി പറഞ്ഞു. വിളിച്ച കാര്യം പറ. കാറിന്റെ ഫ്രണ്ട് ബോണ്ടിൽ ചാരിന്ന് കടുപ്പത്തിൽ അവൻ പറഞ്ഞു. നിന്റെ അമ്മയിലടാ ഞാൻ. അപ്പൊ എന്റെ മോൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചു തരേണ്ടത് ഈ അമ്മയുടെ കടമയല്ലേ? അതിനാണ് നിന്നെ വിളിപ്പിച്ചത്. ദാ ഇത് തരാൻ. കയ്യിലിരിക്കുന്ന ഫയൽ കാണിച്ച് സൂസി പറഞ്ഞതും ആൽഫി അവരെ തോർപ്പിച്ചു നോക്കി. നീ പലപ്പോഴായി എന്നോട് ആവശ്യപ്പെട്ടത് നിന്റെ പപ്പയും ഞാനും തമ്മിലുള്ള മ്യൂച്വൽ ഡിവോഴ്സിന്റെ പെറ്റീഷനാണിത്. നിന്റെ പപ്പയിൽ യാതൊരു അവകാശവും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്നേക്കുമായി ഞാൻ ഒഴിഞ്ഞു തന്നു. ഇത് ഞാൻ നിനക്ക് തരാം. പക്ഷേ പകരമായി എനിക്ക് നീ ഒരു കാര്യം ചെയ്തു തരണം. സൂസി പറഞ്ഞതും അവരുടെ ആവശ്യം എന്താവുന്ന ചിന്തയിൽ ആൽഫിയുടെ നീലക്കണ്ണുകളൊന്നും ചുരുങ്ങി. ഒരു കല്യാണം പൊട്ടിച്ചെറിയുമ്പോൾ അതിനൊപ്പം മറ്റൊന്നിനെ തിരിതെളിയിക്കണം. എൻ്റെ മിനി ഞാൻ തട്ടിക്കളയുമ്പോൾ എൻ്റെ മകനായ നീ ഞാൻ പറയുന്ന പെണ്ണിനെ മിന്നി കെട്ടണം. ആൽഫിയെ തന്നെ നോക്കി സൂസി പറഞ്ഞതും അവരിൽ ദൃഷ്ടി പതിപ്പിച്ച് അവനെ നീലക്കണ്ണുകളൊന്നും വിടുന്നു. നീ കേട്ടിട്ടുണ്ടാവും SM ഗ്രൂപ്പിനെയും അതിൻ്റെ ഉടമ സ്റ്റീഫനെയും. നീ ബിസിനസ് ഇൻഡസ്ട്രിയിലേക്ക് എത്തും മുമ്പ് വരെ ഈ മുംബൈയുടെ തലപ്പനായ ബിസിനസ്കാരൻ സ്റ്റീഫൻ മാർക്കോസിന്റെ ഒരേയൊരു മകൾ ആൻമരിയ സ്റ്റീഫൻ. അവളാണ് നിന്റെ വധു. നിന്റെ നിലക്കും വിലക്കും നിനക്ക് ഏറ്റവും അനുയോജ്യമായ കൂട്ട്. അവളെ നീ വിവാഹം ചെയ്യാൻ സമ്മതിച്ച നീ എന്നും ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിനക്കും നിന്റെ പപ്പക്കും അനിയത്തിക്കും ഒക്കെ ലഭിക്കും. നീ ഒരാളുടെ സാക്രിഫൈസ് അവർക്ക് എന്നേക്കുമായി സന്തോഷം തരും. സൂസി പറഞ്ഞു കഴിഞ്ഞതും ആൽഫിയുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായി. അതിൻ്റെ അർത്ഥം സൂസിക്ക് മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിനെയും എൻ്റെ ചോരയിൽ പിറന്ന എൻ്റെ കുഞ്ഞിനെയും ഞാൻ ഉപേക്ഷിച്ച് നിങ്ങൾ പറയുന്ന പെണ്ണിനെ കെട്ടണം എന്നല്ലേ? ഇവാനിയെ ഉപേക്ഷിക്കാൻ ഞാൻ നിന്നോട് പറയില്ല. അവളെ എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. എൻ്റെ ആവശ്യം ലീഗലി നിനക്ക് ആൻമേരിയെ ഭാര്യയായി ഉണ്ടാവാൻ പാടുള്ളൂ എന്നാ. ലൈഫ് പാർട്ട്ണർ ആണെന്നും പറഞ്ഞ് ലോകത്തിന് മുന്നിൽ കാണിക്കാനൊന്നും അഡീഷണലായിട്ട് കൂടെ നിർത്താൻ വേണ്ടി വേറൊരാളെയും കൊണ്ട് നടക്കാൻ ഞാൻ നിങ്ങളാണെന്ന് വിചാരിച്ചോ? ഇരച്ചു കയറിയ കോപത്തിൽ കത്തുന്ന കണ്ണുകളോട് ആൽഫി അവർക്കടുത്തേക്ക് ചെന്നതും സൂസി ഒന്ന് വിറച്ചു. എങ്കിലും ഇപ്പം താൻ പതറിയാൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ധൈര്യം സ്തംഭരിച്ചു നിന്നു. എന്ത് വേണം നിനക്ക് ആലോചിക്കാം ആൽഫി. 2 ദിവസത്തിനുള്ളിൽ നിന്റെ മറുപടി എനിക്ക് തരണം. പതറാത്തുറച്ച ശബ്ദത്തിൽ അവനോട് അത്രയും പറഞ്ഞിട്ട് സൂസി തന്റെ കാറിൽ കയറിപ്പോയി. അത്രയും നേരം അവർക്ക് മേലെ കൈവെക്കാനായി വെമ്പിൽ നിന്ന് തന്റെ വലത് മുഷ്ടി അവൻ കോപത്താൽ ഒന്നുകൂടെ ചുരുട്ടി പിടിച്ചു.